ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പം നിങ്ങൾ രാത്രി ആയിരിക്കോട്ടെ ചിലപ്പോൾ മിക്കപ്പോഴും വീഡിയോ കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ വോയിസ് ഓവറും എഡിറ്റിങ്ങും ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം ഒരു 9:30 മണിയൊക്കെ ആവും. അപ്പോൾ പിന്നെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പിന്നെ സമയമെന്ന് പറഞ്ഞത് 10 മണിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ രാത്രിയിൽ കാണുന്ന വീഡിയോയിൽ മോർണിംഗും ലാസ്റ്റ് കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞു പോണത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മളുടെ വീട്ടിലത്തെ കാര്യങ്ങളും പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയാണ്. ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കാണിച്ചു തരാട്ടെ നിങ്ങൾക്ക്. അപ്പോൾ ഇന്ന് ജോലിക്ക് പോകുമ്പോൾ കൂടെ വേറെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ നമ്മളുടെ കൂടെ. വെക്കേഷനിൽ നിൽക്കാനായിട്ട് പോയിട്ട് പറഞ്ഞ നേരം കൊണ്ട് കുടുംബത്തെത്തി നമ്മുടെ കൂടെ ഇറങ്ങി തിരിച്ചേക്കാൻ. ദൂരദേശങ്ങളൊക്കെ വെച്ചിട്ടാണ് എൻ്റെ കൂടെ വന്നതെന്ന് തോന്നണം. പക്ഷെ എനിക്ക് നല്ല മുട്ടൻ പണിയുണ്ട്. എന്തായാലും അവിടെ എ സിയിൽ ഇരിക്കാനാന്നും പറഞ്ഞുകൊണ്ടാണ്. ഇവിടെ ചൂടാണ്. അപ്പോൾ എ സിയിൽ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ എ സിയിൽ ഇരിക്കാനാന്നും പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ കയറി ഇരിക്കേണ്ട. രാവിലെ തന്നെ കുളിച്ച് മാറി റെഡിയായി നിൽക്കണം. അപ്പോൾ പിന്നെ കൊണ്ടുപോകാതിരിക്കാൻ വേറെ രക്ഷയില്ല. അപ്പോൾ ഇവനെയും കൂട്ടിയിട്ടാണ്ട് ഇന്ന് പോകണം. അപ്പോൾ ഞാനും നിൽക്കുകയും ഇന്നുള്ള ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ നമ്മളുടെ വീഡിയോയിൽ. അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള ചാമ്പൊക്കെ പൂട്ടി കഴിഞ്ഞ ദിവസം കാണിച്ചതെന്ന് ഓർത്ത് വെച്ചാൽ ഓക്കെ കേട്ടോ. കാണണ്ട കൊളോട്ടാ. ചാമ്പക്കുണ്ടായി. കളയല്ലേ മറ്റേത് അവിടെ കിടക്കട്ടെ രണ്ടെണ്ണം. വേറെ മുട്ട് മുളക്കണുണ്ട്. സന്തോഷമായി. നല്ല മധുണ്ട് കേട്ടോ. അതല്ലോ അടിച്ചോ നമ്മളെ അതല്ലേ നല്ല മതിയോ. ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് ഉണ്ടായേക്കണ ഒരു സംഭവം. ആദ്യമാണ് വേറെ ഒന്നുമില്ല. ഇവിടെ മാവില്ല. മാവൊക്കെ ആവണുള്ളൂ കേട്ടോ. മാവും ചാമ്പയും കൂടി ഒപ്പത്തിനൊപ്പമാണ് വളർന്നുകൊണ്ടിരിക്കണം. ഞാൻ ആദ്യം പൂക്കും എന്നുള്ള മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ ഓഫീസിലോട്ട് ഓട്ടോ. കാലത്ത് തന്നെ എന്തോ ഒരു പ്രശ്നം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ചെന്നിട്ട് തീർപ്പാക്കണം. അപ്പം നമ്മൾക്ക് ഓഫീസിൽ പോകാം. ഓഫീസിലെത്തിയിട്ടില്ല കേട്ടോ. അതിന് മുന്നേ റാപ്പ് സോങ് ഒക്കെ തുടങ്ങി. മിക്കൂസ് എ സിയിലിരിക്കണതിനെ കുറിച്ച് എന്തൊരു പാട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ പാടിക്കൊണ്ടിരിക്കണം കേട്ടോ വണ്ടിയിൽ. ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. ഇന്ന് മുഴുവൻ എ സിയിലിരിക്കുക, തണുപ്പിലായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളെ രണ്ടുപേരെ ബസ് സ്റ്റോപ്പിലൊക്കെ ഇറക്കിയിട്ട് ബസ് കാത്ത് നോക്കി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ബസ് വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിക്കുന്നു, ബസ്സിൻ്റെ ഉള്ളിൽ പാട്ടിടൂലേമേന്ന്. അപ്പോൾ പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ കാണുന്നതൊക്കെ ഇങ്ങനെ ഫോണിലും വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പാട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇന്ന് ബസ്സിൽ. അപ്പോൾ പാട്ടുണ്ടാവൂലേ എന്നൊക്കെ ചോദിക്കേണ്ട. 2 ബസ് കയറിയിട്ട് വേണം എനിക്ക് ഓഫീസിലോട്ട് എത്താനായിട്ട്. അങ്ങനെ അടുത്ത ബസ്സിലും കയറി പറഞ്ഞ പെട്ടെന്ന് ഇരിക്കാനായിട്ട് സീറ്റ് കിട്ടിയിട്ട് അത് തന്നെ വലിയൊരു ഭാഗ്യം. അങ്ങനെ ബസ്സിൻ്റെ എക്സ്പീരിയൻസും കൊച്ചിന് കിട്ടിയിട്ട് അങ്ങനെ ബസ്സിലൊന്നും അവൻ അങ്ങനെ കയറാറൊന്നുമില്ല, കയറിയിട്ടില്ല. ഇങ്ങനെയൊക്കെ പോകുമ്പോൾ മാത്രമേ ബസ്സിലൊക്കെ ഒന്ന് അങ്ങനെ കൊണ്ടുപോകാറുള്ളൂ. നേരത്തെ വന്നേക്കണോണ്ട് തന്നെ പുള്ളിക്കാരൻ ഇന്നലെ നിശ്ചയമുണ്ട് ഓഫീസ് എവിടെയാണ് എങ്ങനെയാണ് എന്താണെന്നൊക്കെ. അപ്പോൾ വേഗം ഓടിപ്പോയി എൻ്റെ. അപ്പോൾ പോയി പാടെ തന്നെ ഞാൻ താക്കോലൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ തന്നെ വേഗം താക്കോല് വെച്ച് തുറന്ന് അകത്ത് കയറിയിട്ടാ. പിന്നെ വലിയ ശല്യങ്ങളൊന്നുമില്ല. മറ്റുള്ളവരുടെ പോലെ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആൾ വലിയ ശല്യക്കാരനല്ല. അടങ്ങി ഒതുങ്ങി പറയണ കാര്യം കേട്ടോണ്ട് അവിടെ എവിടെയെങ്കിലും ഇരുന്നോളും. നമുക്ക് വേറെ ഉപദ്രവമൊന്നും ഉണ്ടാക്കൂല. നമ്മൾ വർക്ക് ചെയ്യണ് അത് അറിയാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് കൊണ്ടുവരാൻ എനിക്ക് പ്രശ്നമില്ല. ഇപ്പോൾ അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ നശിപ്പിക്കുക അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല കേട്ടോ മിപ്പനെ. അങ്ങനെ 5:30 വരെ മിക്കൂസ് വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി ഞാൻ കൊണ്ടുവരല് നിർത്തിയിട്ടാ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നേരം കൊണ്ട് പുള്ളിക്കാരൻ എനിക്ക് നല്ല ചിലവുകളാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. എന്തായാലും കുഴപ്പമില്ല, ഒരു ദിവസമല്ലേ ഉള്ളൂ. വെക്കേഷൻ അവരുടെ കൂടെ കൂടിയിരിക്കാൻ പറ്റാത്തതിൻ്റെ ആ ഒരു വിഷമം എന്തായാലും ഇന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വീട്ടിലോട്ട് പോയേട്ടാ. ഇനി പോണ വഴിയുള്ള കാഴ്ചകൾ കാണാം.
അങ്ങനെ 5:30 വരെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കാണ്ട് പാവം അടങ്ങി ഒതുങ്ങി ഇരുന്നിട്ട് ഇടക്കിടക്ക് എൻ്റെ അടുത്ത് വരും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഞാനിരിക്കും. നമുക്ക് ഒരുപാട് ജോലി തിരക്കുണ്ടായിരുന്നെന്ന്. അപ്പം അതിനിടയിൽ കൂടെ ശ്രദ്ധിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും അടങ്ങി ഒതുങ്ങിയൊക്കെ ഇരുന്നിട്ടാ ഇനിയിപ്പോൾ വാതിലൊക്കെ ഒന്ന് പൂട്ടിയിട്ട് നമ്മൾ പതുക്കെ ഇറങ്ങിയാണ് രണ്ടുപേരും കൂടി. ഇനിയിപ്പം ബസ്സൊക്കെ കയറിയിട്ടണം പോവാൻ. അപ്പം അതിന് തൊട്ട് മുന്നേ ഞാനൊന്ന് ആലോചിച്ച് സെൻട്രൽ മാളിലൊന്ന് കയറ്റാന്ന്. അവിടെ ഇപ്പം സാൻലാബാൻ്റെ ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ കയറ്റണില്ല. ഒടുക്കത്തെ തിരക്കാണ്ട്. ഇപ്പം സാൻലാബൻ തുടങ്ങിയേക്കണേൻ്റെ ഒരു ഇതിൽ ഭയങ്കര തിരക്കാണ്. പിന്നെ ഒരു ദിവസം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞുമ്പോൾ ഒന്നും പരാതിയും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല കേട്ടാ. പിന്നെ അവൻ്റെ ഒരു സന്തോഷത്തിന് എസ്കലേറ്ററിൽ മുകളിലോട്ടും താഴത്തോട്ടും കുറച്ച് നേരം, അത് പിന്നെ ആർക്കും കാശലവില്ലല്ലോ. അപ്പം ഞങ്ങൾ കുറച്ച് നേരം എസ്കലേറ്ററിൽ താഴോട്ടും മുകളിലോട്ടും ഇങ്ങനെ 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 മാറി മാറി പോയിക്കൊണ്ട് വന്നുകൊണ്ടിരുന്നിട്ട് പിന്നെ കുറച്ച് നേരം ലിഫ്റ്റിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പിന്നെ സെൻട്രൽ മാളിൻ്റെ ഉള്ളിൽ മുഴുവനും AC ആണല്ലോ. കുറച്ച് നേരം കൂളായിട്ട് ഇരിക്കാൻ നോക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി കുറേ നേരമൊക്കെ അവിടെ ഇവിടെയൊക്കെ നടന്നിട്ടോ. ഒന്നും വാങ്ങിക്കാൻ പിടിക്കൊന്നും ചെയ്തില്ല. പിന്നെ ഉച്ചക്ക് ഞങ്ങൾ കുഴിമന്തി വാങ്ങിച്ച് ഒരു ഹാഫ് കുഴിമന്തി വാങ്ങിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ ഉണ്ടായുള്ളൂ. പിന്നെ താജിഫാനിൽ നിന്ന് ഞാൻ ചെറിയൊരു മിഠായിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ആൾ ഹാപ്പിയാണ് ഈ ഒരു യാത്രയെ കൊണ്ട് എന്തായാലും. അങ്ങനെ തിരിച്ച് കൂട്ടാൻ അനിച്ചേട്ടൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഓട്ടോറിക്ഷയൊക്കെ വിളിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി തിരിച്ച് വീട്ടിലോട്ട് മിക്കൂസിന് അങ്ങനെ ചെറിയൊരു കറക്കമൊക്കെ ഞാൻ കറക്കിയിട്ട് ദേ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി മഞ്ഞുണ്ട് മിക്കൂസ്? ഉവ്വ. ഇനി ആര് കൊണ്ടുപോണ്? എനിക്ക് എന്തോരം കാശ് ചിലവായി എന്നറിയോ ഇതിനെ കൊണ്ട് പോയിട്ട്. ഇനി നിർത്തി, ഇനി ഒരിടത്തും കൊണ്ടുപോകുന്നില്ല. അപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ ട്രാവൽ ബ്ലോഗ് വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു. അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിലത്തെ കുറച്ച് പണികളൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ പോട്ടെ കേട്ടാ. ഓക്കെ, ബൈ.